എല്ലാവർക്കും നമസ്കാരം. ഇത് ഹൈറിച്ചിനെ കുറിച്ചുള്ള ഒരു വീഡിയോ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത്രയും നാളും നമുക്കൊരു സംഘടനയോ ഒരു സൊസൈറ്റിയോ ഇല്ലാത്തതാണ് ഹൈറിച്ച് കമ്പനിക്ക് ഉണ്ടായ ഒരു ന്യൂനതയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു പൊതുവേദിയിലോ ഏതെങ്കിലും ഒരു മീറ്റിംഗോ നടത്തണം നമുക്ക് സൊസൈറ്റിയോ ഒരു സംഘടന ഉണ്ടായിരുന്നില്ല. നമുക്കിപ്പോൾ ഒരു സൊസൈറ്റി രൂപീകരണം ആയിട്ടുണ്ട്. ഇതിൻ്റെ സൊസൈറ്റി രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആദ്യം കേൾക്കാം. ഉദ്ദേശലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറിച്ച് എന്ന് പറഞ്ഞ ഈ ഒരു കമ്മ്യൂണിറ്റി, ഹൈറിച്ച് എന്ന കമ്പനീൻ്റെ ആ പ്രൊജക്റ്റുകൾ മനസ്സിലാക്കി വന്ന ഒരു 16 ലക്ഷത്തോളം മെമ്പേഴ്സുണ്ട്. അപ്പോൾ ഈ 16 ലക്ഷത്തോളം മെമ്പേഴ്സും ഈ കമ്മ്യൂണിറ്റി വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റിനെ ഇഷ്ടപ്പെട്ട് വന്നവരാണ്. അവർക്കാർക്കും ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് വരെയും പണം കിട്ടാത്തൊരവസ്ഥ വന്നിട്ടില്ല. പിന്നെ കമ്പനി ചെയ്തു പോയോടത്ത് എന്തെങ്കിലും പാൾട്ടോ കാര്യം ഉണ്ടെങ്കിൽ അത് കമ്പനി ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ കാര്യങ്ങൾ കോടതിയിൽ കൃത്യമായിട്ടും ഫൈറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ നമ്മളെ ഈ 16 ലക്ഷം കമ്മ്യൂണിറ്റി, ഈ ആളുകൾക്ക് എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങൾ, അവരുടെ ജോലി നഷ്ടപ്പെട്ടത്, അവരൊക്കെ ലോൺ എടുത്ത പൈസകൾ, ഗോൾഡ് വിറ്റ പൈസകൾ, മക്കളെ കെട്ടിക്കാനുള്ള പൈസകൾ, ക്യാൻസർ രോഗികൾ, അവരൊക്കെ ചെറിയ പൈസകളൊക്കെ ഇട്ട് കിട്ടുന്ന ലാഭം, മരുന്ന് വാങ്ങേണ്ട കാശും മറ്റൊക്കെ ഇതിലെ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെച്ച ആളുകളാണ്. ഇത്തരം ആളുകൾക്കൊക്കെ ഈ കമ്പനി ഒരു വർഷത്തിന് മുകളിലായി ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തോടെ മുതൽ ഈ വക ആളുകളെല്ലാവരും പട്ടിണിയിലാണ്. അപ്പോൾ ഇത്രയും ആളുകളുടെ ദുരിതങ്ങളും ഇവരുടെ പട്ടിണി പ്രയാസങ്ങളും ഈ കമ്പനി ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഗുണങ്ങളും കാര്യങ്ങളും ഞങ്ങളുടെ അനുഭവങ്ങളും എല്ലാം ഗവൺമെൻറ്റിൻ്റെയും അധികാരികളുടെയും ഒക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇതൊരു മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ആളുകൾക്ക് എതിരായിട്ടോ വെല്ലുവിളിയായിട്ടോ വന്ന ഒരു സൊസൈറ്റി അല്ല. ഇതൊരു സാമ്പത്തികം പിരിച്ചുണ്ടാക്കാനോ അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനോ വേണ്ടിയല്ല ഈ ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത്. കൃത്യമായിട്ടും ഈ അംഗങ്ങളുടെ ഒരു കൂട്ടായ്മ, അവർക്ക് വേണ്ടി ഞങ്ങൾ കമ്പനിയോടൊപ്പം നിലനിൽക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഈ സൊസൈറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൽ വന്ന് വരുമാനം കിട്ടാത്ത വ്യക്തികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവർക്ക് അവരുടെ കൂടെ നമ്മൾ ചേർന്ന് കമ്പനി തിരിച്ചു കൊണ്ടുവരികയും ഒപ്പം അവർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഈ കമ്പനിയോട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ സൊസൈറ്റി നമ്മൾ രൂപീകരിച്ച് കഴിഞ്ഞു. ഇതിൻ്റെ പേര് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്നാണ്. ഈ സൊസൈറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാധാരണക്കാര വ്യക്തികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ കമ്പനി തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഈ പറഞ്ഞ വരുമാനങ്ങളെല്ലാം അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. എന്തായാലും തീർച്ചയായിട്ടും അതിൽ എനിക്ക് ഭാഗമാകാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ അതിൻ്റെ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പേര് പല സ്ഥലത്തും ലീഡേഴ്സിൻ്റെ സപ്പോർട്ടില്ലാതെ വേദനിച്ച് വിഷമിച്ച് കഴിയുന്ന വ്യക്തികളുണ്ട്. അവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഞാനൊരു സാധാരണക്കാര വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു നല്ലൊരു വസ്ത്രം ധരിക്കുന്ന ഒരു ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഈ ഹൈറിച്ചെന്നൊരു പ്രതിസന്ധി വന്നതിന് ശേഷമാണ്. കഴിഞ്ഞ ഡിസംബർ 2023 ഡിസംബർ 2-ാം തീയതി ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വാഹനം, ഒരു കാറ്, ഹുണ്ടായുടെ എസ്ട്ര എന്ന് പറഞ്ഞ വണ്ടി വാങ്ങാൻ സാധിച്ചു. ആ വണ്ടി വാങ്ങി 2-ാം തീയതിയാണ് എൻ്റെ കയ്യിൽ വരുന്നത്. ഡിസംബർ 7-ാം തീയതി കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇപ്പോൾ 14 മാസം ഏകദേശം ആയിട്ടുണ്ട്. ഇന്ന് വരെ ആ കമ്പനിയുടെ മറ്റേ വണ്ടിയുടെ CC എങ്ങനെയൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഈ കമ്പനി തിരിച്ചു വന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ടീം ഇപ്പോൾ കമ്പനിയുടെ കൂടെ അസോസിയേറ്റ്സ് വന്നിട്ടുണ്ട്. ന്യൂട്രസ് ലോ എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റിൻ്റെ ടീം. ഞങ്ങൾ പലരും പല സമയത്തും ഞാൻ ഈ കേസ് കോടതി നടക്കുന്ന സമയത്ത് എല്ലാ സമയത്തും കോടതി പോയിട്ടൊരു വ്യക്തി ഞാനാണ്. ഇപ്പം കമ്പനി ഒരു രീതിയിൽ അവിടെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. ഈ സൊസൈറ്റി നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്ക് കമ്പനിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഒപ്പം തന്നെ നമുക്ക് ഒരു പുതിയ യോഗം വെക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ധാരണ വെക്കണമെങ്കിലോ അല്ലെങ്കിൽ കോടതിയിൽ എന്തെങ്കിലും കാര്യത്തിൽ പോകണമെങ്കിലോ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സൊസൈറ്റിയുടെ ലെവലിൽ പോകുമ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടാകാം. നമുക്ക് അത് ഒരുപാട് ഗുണം ചെയ്യാൻ പറ്റും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ സൊസൈറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഈ സൊസൈറ്റി ഇപ്പോൾ നമ്മൾ പരമാവധി മെമ്പർമാരെ ഇതിലേക്ക് സംഘടിപ്പിച്ചുകൊണ്ട് ഏകദേശം നമ്മളൊരു 17 പേരെ ചേർത്തുകൊണ്ട് ഒരു കമ്മിറ്റി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർമാർ ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി ഭാവിയിൽ നമ്മൾ ഓരോ ജില്ലയിലും ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ജില്ലയിലെ പരമാവധി ഹൈറിച്ചിലുള്ള മെമ്പേഴ്സിനെ ഈ കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പിനെ നല്ലൊരു വലിയൊരു ഗ്രൂപ്പായിട്ട് ഒരു 10-15 ലക്ഷം വരുന്ന ഒരു വലിയ ഗ്രൂപ്പായിട്ട് മാറ്റാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് ജില്ലാ ബേസിൽ കാസർഗോഡ് തിരുവനന്തപുരമല്ല, എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ കൂടി നമ്മൾ ഈ ഒരു സംഘടന രൂപീകരണത്തിനെ കുറിച്ച് ജനങ്ങൾ അറിയണം. ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കെട്ടായിട്ടും ഇനി വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.